ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും എല്ലാ സുഖങ്ങളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. മക്കളെ, നമ്മൾ നാരായണീയം ദശകം 71 വായിച്ചു. 71 കേശിവധവും വ്യോമ അസുരവധവുമാണ്. അത് കേശിവധം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച് തീർത്തിന്. അതിനകത്ത് വ്യോമ അസുരവധമാണ് ഉള്ളത്. അത് നമുക്ക് വായിക്കാം. കേശി വെച്ചാൽ കുതിരയായിട്ട് വന്ന് ഭഗവാനെ വധിക്കാൻ വന്ന് ഭഗവാൻ കേശിയെ വധിച്ചു. അത് കഴിഞ്ഞു. വ്യോമ അസുരവധമാണ് ഇനിയുള്ളത്. ദശകം 71 8-ാം ശ്ലോകം. കഥാപി ഗോപൈ സഹ കാനനാന്തേ നിലായന ക്രീഡനലോലുപം ത്വാം മയാത്മജാ പ്രാപ ദുരന്തമായോ വ്യോമാഭിധോ വ്യോമശരോപരോധി. കഥാപി ഗോപൈ സഹ കാനനാന്തേ നിലായന ക്രീഡനലോലുപം ത്വാം മയാത്മജാ പ്രാപ ദുരന്തമായോ വ്യോമാഭിധോ വ്യോമചരോപരോധി. ഇവിടെ ഒരിക്കൽ മയാ അസുരൻ്റെ പുത്രൻ, മയാ അസുരൻ എന്ന് പറഞ്ഞാൽ ഒരു മായാവി അസുരൻ, അവൻ്റെ പുത്രൻ വലിയ മായാവിയുമായ വ്യോമാ അസുരൻ. അപ്പോൾ അവൻ്റെ മകൻ്റെ പേര് വ്യോമാസുരൻ. മായാസുരൻ്റെ മകൻ മായാവിയാണ്. അങ്ങനെയുള്ള മായാവിയായ ഈ വ്യോമാസുരൻ ഗോകുലത്തിലെത്തി. ഭഗവാനും മറ്റു കുട്ടികളും എല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങെത്തി, ആരും അറിയാത്ത രീതിയിൽ. അപ്പോൾ ഭഗവാൻ അവിടെ എന്തെടുക്കുക കുട്ടികളുമായിട്ട് ആ സമയം? അവിടുന്ന് അത് ഭഗവാൻ കൂട്ടരുമായി ഒളിച്ചു കളിയിൽ വ്യാപൃതനായിരുന്നു. കുട്ടികളല്ലേ, എല്ലാവരും കൂട്ടത്തിൽ നിന്ന് ഒളിച്ചു കളിക്കുമല്ലോ. നമുക്കറിയാം ഒളിച്ചു കളിക്കുന്നത് കണ്ടുപിടിക്കുക എന്നുള്ള. ഒരാൾ എല്ലാവരും ഒളിക്കും, ഒരാൾ കണ്ടുപിടിക്കും, അങ്ങനെയുള്ള ഒരു കളി. അപ്പോൾ അതിലിങ്ങനെ വ്യാപൃതനായിരിക്കുക ഈ കുട്ടികളും ഭഗവാനും ഒക്കെ. കുറച്ച് പേർ കള്ളനാകുക എന്ന് വെച്ചാൽ കള്ളന്മാരും ആടുകളും. അപ്പോൾ ആടുകളെ കള്ളന്മാർ പിടിച്ചുകൊണ്ട് പോകും, അവരെ നോക്കാൻ കാവൽക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ പല പല രീതിയിൽ ഒരുപാട് പിള്ളേരുണ്ടല്ലോ, ഗോപന്മാരുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം കുറച്ച് പേർ കള്ളനാകുക, കുറച്ച് പേർ കാവൽക്കാരാകുക, പിന്നെ ചിലർ ആടുകളാകുക. കള്ളന്മാർ ആടുകളെ കട്ടുകൊണ്ടു പോകുക, കാവൽക്കാർ നോക്കി പിടിച്ചെടുക്കുക എന്നിങ്ങനെയുള്ള കളികളിൽ വ്യാപൃതരായിരിക്കെ അത്രമാത്രം ശ്രദ്ധാപൂർവം അവരങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വ്യോമ അസുരൻ അവിടേക്ക് കടന്നു വന്നു. അപ്പം ആരും ശ്രദ്ധിക്കത്തില്ല, കാരണം അവരെപ്പോഴും തിക്കും തിരക്കും പോലുള്ള ശ്രദ്ധാപൂർവം ഇരിക്കുക. കള്ളന്മാർ ആട്ടിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെ പിള്ളേർക്ക് പല പല ജോലികളായിട്ട് നിൽക്കുന്ന കളിയാണ്. അവരെ കണ്ടുപിടിക്കണം എന്നുള്ളതും അങ്ങനെ വ്യാപൃതരായിരുന്ന സമയത്ത് ഈ അസുരനായ മായാവിയായ ഈ വ്യോമാസുരൻ അവിടേക്ക് കടന്നു വന്നു. ഭഗവാൻ നിന്തിരുവഴിയുടെ അടുക്കലെത്തി. ഗോപന്മാരുടെ കൂട്ടത്തിൽ കൂടി. കാരണം ഭഗവാൻ അടുക്ക വന്നിട്ട് ഈ മറ്റു കുട്ടികളുടെ കൂട്ടത്തിലങ്ങ് കൂടി. ഭഗവാൻ അതിനെ മനസ്സിലാക്കി ഇല്ല എന്നായിരുന്നു അവൻ്റെ ധാരണ. ഭഗവാൻ അത് അപ്പോഴേ മനസ്സിലാക്കും. ഭഗവാൻ എല്ലായിടും കണ്ണുണ്ട്. അതാ ഭഗവാൻ ഒരു കാരണം സാധാരണക്കാരല്ലല്ലോ ഭഗവാൻ പരമാത്മാവ്. അതുകൊണ്ട് അത് സാധാരണ ഭഗവാൻ എന്ന അതിലൊരു ആത്മീയമായ ഒരു യഥാർത്ഥ ഒരു ജ്ഞാനിക്കും ഇങ്ങനെയുള്ളൊരു കണ്ണുണ്ട്. കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് വന്നാൽ നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് ഭഗവാൻ നമുക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും അതുണ്ട്. അല്പം ഭക്തിയും വിശ്വാസവും ആത്മീയമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ ഭഗവാന്റെ കാര്യം പറയണോ? ഭഗവാൻ അത് മനസ്സിലാക്കിയില്ല എന്നായിരുന്നു ഈ ദുഷ്ടൻ്റെ വിചാരം. ആരും അറിയാത്ത മട്ടിൽ കളിയിൽ ചേർന്നു ഈ ദുഷ്ടൻ. ആരും മനസ്സിലാക്കിയില്ല എന്നുള്ള ഭാവത്തിൽ കുട്ടികളുടെ കൂടെ അങ്ങ് കൂടി. ഭഗവാൻ അത് അപ്പോഴേ മനസ്സിലാക്കി. 9-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 9. സചോര പാല ഐതവല്ലവേഷു ചോര ഐതോ ഗോപശിശൂൻ പശും ച ഗുഹാസു കൃത്വാ പതിഥേ ശിലാഭി ത്വയാ ച ബുദ്ധ്വാ പരിമർദിതോ ഭൂൽ. സചോരപാലായുധ വല്ലവേഷു ചോര ഐതോ ഗോപശിശൂൻ പശും ച ഗുഹാസു കൃത്വാ പതിഥേ ശിലാഭി ത്വയാ ച ബുദ്ധ്വാ പരിമർദിതോ ഭൂൽ. ഈ വ്യോമാസുരൻ കുട്ടികൾ പല രീതിയിൽ കളിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ കള്ളന്മാരുടെ കൂട്ടത്തിൽ ചേർന്ന്. കാരണം കള്ളന്മാരുടെ കൂട്ടത്തിൽ ചേരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് മനസ്സിലായോ മക്കൾക്ക്? അത് എന്താണെന്ന് വെച്ചാൽ
കള്ളന്മാരാമം ആടുകളെ പിടിച്ചോണ്ട് പോകാമല്ലോ, അത് കളിയിലുള്ളതല്ലേ, അപ്പോൾ ആരും അത് ശ്രദ്ധിക്കത്തില്ല, കാരണം അവർ കളിക്കുമല്ലയോ എന്ന് കരുതും. അപ്പോൾ ഇവൻ മനഃപൂർവ്വം ഈ ദുഷ്ടനായ അസുരൻ മായാവി വ്യോമാസുരൻ എന്ത് വന്നു, കള്ളന്മാരായി കളിക്കുന്ന കുട്ടികളുടെ കൂടെ അങ്ങ് ചേർന്നു. അപ്പോൾ എന്ത് വന്നു, ഗോപാലന്മാരെയും പശുക്കളെയും സൂത്രത്തിൽ ഗുഹയ്ക്കകത്താക്കി കല്ലുകളിട്ട് ഗുഹദ്വാരം അടച്ചു വെച്ചു. അപ്പോൾ ആരും ഖേദിക്കത്തില്ല, കാരണം ഇത് കളിയിലുള്ളതാണല്ലോ. അപ്പോൾ ഈ മറ്റുള്ള ആടുകളെ ഒക്കെ പിടിച്ചോണ്ട് പോകുമ്പോൾ ആരും വിചാരിക്കും അവരുടെ കളിയാണല്ലോ, കാരണം കള്ളന്മാരുടെ കൂട്ടത്തിലാണ് ഇവൻ കൂടിയേക്കുന്നത്. അപ്പം ആടുകളെ പിടിച്ചോണ്ട് പോകുന്നതാണ് അവരുടെ ജോലി കളിയിൽ. അപ്പോൾ ഈ ആടുകളായിട്ട് നിൽക്കുന്ന കുട്ടികളെ മൊത്തവും പിടിച്ചുകൊണ്ട് അവനൊരു ഗുഹയ്ക്കകത്താക്കിയിട്ട് എന്ത് വന്ന്, പശുക്കളെയും ഒക്കെ കൊണ്ടുപോകും, പശുക്കളായിട്ട് ആടുകളായിട്ടൊക്കെ നിൽക്കുമല്ലയോ. അപ്പോൾ അവരെ ഗുഹയ്ക്കകത്താക്കിയിട്ട് കല്ലുകളിട്ട് ഗുഹദ്വാരം അങ്ങ് അടച്ചു വെച്ചു. എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ദോഷം അങ്ങേക്കുണ്ടാകുക ആക്ക് ഭഗവാന് എന്തെങ്കിലുമൊക്കെ ദോഷം വരുത്തുക. കാരണം കുട്ടികളും കുറേ പശുക്കളൊക്കെ ഇങ്ങനെ ഗുഹയ്ക്കകത്താക്കിയിട്ട് കല്ലുകളൊക്കെ ഇട്ട് വാതിലൊക്കെ അങ്ങ് അടച്ചു വെച്ചാൽ അവരവിടെ നിന്ന് ശ്വാസം മുട്ടി മരിച്ചു പോകുമല്ലോ. അപ്പോൾ അത്രയും ഖേദം ഭഗവാന് വരുമല്ലോ. അതാണ് എന്തെങ്കിലുമൊക്കെ ദോഷം ഭഗവാൻ ഉണ്ടാക്കി വയ്ക്കണം എന്നതായിരുന്നു ആ ദുഷ്ടൻ്റെ ചിന്ത. ഇത് സൂക്ഷ്മമായി ഗ്രഹിച്ചു ഭഗവാൻ. അവനെ പിടിച്ചടിച്ചു കൊന്ന് കൂട്ടരെ രക്ഷിച്ചു. കാരണം ഇവൻ ചെയ്ത കൃത്യം എന്താണ്, കുട്ടികൾ വിചാരിക്കും കളിയല്ലേ, അതുകൊണ്ട് കുട്ടികൾ അവൻ വിളിക്കുമ്പോഴേ സൂത്രത്തിലല്ലേ അവൻ ചെയ്യുന്നത്. അവൻ്റെ ഉള്ളിലിരിപ്പ് കുട്ടികൾക്ക് അറിയില്ലല്ലോ. ഈ ആടുകളായി നിൽക്കുന്ന കുട്ടികൾക്കും പശുക്കളായി നിൽക്കുന്ന കുട്ടികൾക്കൊന്നും അറിയത്തില്ല. അപ്പം ഇവൻ്റെ ധാരണ എന്താ, അവൻ്റെ കളിയിൽ ചെയ്യുന്ന പ്രവൃത്തിയില്ലേ, അവൻ ഗുഹയ്ക്കകത്താക്കി അങ്ങ് ആക്കുക ഈ കുട്ടികളെ മൊത്തം. എന്നിട്ട് ഗുഹയുടെ ദ്വാരവും വാതിലും എന്ന് വെച്ചാൽ വാതിൽ കല്ലുകളിട്ടങ്ങ് അടച്ചു വെച്ചാൽ പിന്നെ അവൻ ചെയ്യുന്ന കുറ്റമല്ലല്ലോ കാണികൾക്ക്, കാരണം അങ്ങനെയാണല്ലോ ഈ കളിയിലെ നിയമം. അപ്പോൾ അവൻ മനഃപൂർവ്വം കള്ളന്മാരുടെ കൂട്ടത്തിൽ ചേർന്നതിനാ ഇത് ചെയ്യാൻ വേണ്ടി. ഇതാര് മനസ്സിലാക്കി, ഭഗവാൻ നാരായണൻ കൃഷ്ണൻ സൂക്ഷ്മമായി ഗ്രഹിച്ച് ഭഗവാൻ അവനെ പിടിച്ചടിച്ച് കൊന്നിട്ട് ഈ ഗുഹാദ്വാരക തുറന്ന് ഭഗവാൻ ഈ കുട്ടികളെയൊക്കെ രക്ഷിച്ചു. നമുക്കിത് മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാക്കും ഭഗവാൻ സൂക്ഷ്മമായി ഗ്രഹിക്കുന്ന നാരായണനാണ്. എന്ത് അപകടങ്ങളായാലും ഭഗവാൻ മനസ്സിലാക്കും. ഒരു ഭക്തനെ ആരെങ്ങനെയൊക്കെ വകവരുത്താമെന്ന് വിചാരിച്ചാലും ഈശ്വരൻ്റെ കണ്ണുകൂടാടിക്കൊണ്ടിരിക്കും ലോകപിതാവ്. അങ്ങനെയാ, ഭക്തന്മാരെവിടെയുണ്ടോ അവിടെ ഭഗവാൻ പരമാത്മാവിൻ്റെ കണ്ണ് അവിടെയൊക്കെയും ഊടാടും, എല്ലാവരെയും നോക്കിക്കൊള്ളും. അപ്പം നമുക്കും ഒരു ഭക്തനായാൽ നമുക്ക് ഒരാപത്തും ആരെല്ലാം എന്തെല്ലാം ശ്രമിച്ചാലും ഈശ്വരൻ അവിടെ നമ്മളെ താങ്ങിക്കൊള്ളും എന്നുള്ളൊരു ചിന്തയും ഒരു വിശ്വാസവും ഭഗവാനുള്ള ഭക്തിയും സ്നേഹവും എന്താ പറയുക, അതിന് അത്രമാത്രം ഭക്തി വേണം. ഈശ്വരൻ നമ്മളെ കാത്ത് രക്ഷിച്ചുകൊള്ളുള്ള വിശ്വാസം നമുക്ക് അങ്ങേയറ്റം വേണം. കാരണം വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ, നമ്മൾ പരമാത്മാവിൻ്റെ സന്തതികളല്ലേ, നമ്മളെല്ലാം ഒന്നല്ലേ. അപ്പം നമ്മളെ എന്തുകൊണ്ട് നമ്മൾ ഭഗവാന്റെ മക്കളാണെന്ന് നമ്മൾ അത്രമാത്രം വിശ്വസിച്ച് നമ്മുടെ പ്രവൃത്തികൾ നന്നായി ഭഗവാനിൽ ഭക്തി വർദ്ധിച്ചാൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകണം. ഇവിടെ അതാ സംഭവിച്ചത്. കാരണം എന്തെല്ലാം വന്നാലും ഈ കുഞ്ഞുങ്ങളെ അഹൻ വലിയൊരു പാമ്പായി കിടന്നിട്ട് ആ ഗുഹയ്ക്കകത്തുനിന്ന് കുഞ്ഞുങ്ങൾക്കൊരു കേടുപാട് വരാതെ ഭഗവാൻ രക്ഷിച്ച് അവിടെ ബോധം കെട്ട് കിടന്നവരെയും മരിച്ചവരെ പോലും രക്ഷിച്ച് പുറത്താക്കി നാരായണൻ കൃഷ്ണൻ. അതുപോലെ നമ്മൾ വിശ്വസിക്കുക, നമ്മൾ പഠിക്കുന്നതും വായിക്കുന്നതും നമുക്കത് ഉൾക്കൊള്ളണം. നമ്മളങ്ങനെ ആകാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ ഏതാപത്തിൽ നിന്നും ഭഗവാൻ കൈപിടിച്ചുയർത്തി നമ്മളെ രക്ഷിച്ചു കൊള്ളും. അതാണ് ഈശ്വരൻ നമ്മൾ അത്രമാത്രം വിശ്വസിക്കുക, നമ്മൾ നന്നായി സ്നേഹിക്കുക, ഭക്തി വർദ്ധിക്കുക. നമുക്ക് 10ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 10. ഏവം വിധൈഞ്ചാത്ഭുത കേളിഭേദൈർ ആനന്ദമൂർച്ഛാം അതുലാം വ്രജസ്യ പദേ പദേ നൂതനയൻ അസീമാം പരാത്മരൂപിൻ പവനേശപായ. ഏവം വിധൈഞ്ച അത്ഭുത കേളിഭേദൈർ ആനന്ദമൂർച്ഛാം അതുലാം വ്രജസ്യ പദേ പദേ നൂതനയൻ അസീമാം പരാത്മരൂപിൻ പവനേശപായ. ഇപ്രകാരം നാനാപ്രകാരത്തിലുള്ള അത്ഭുതാവഹങ്ങളായ പല ലീലാവിലാസങ്ങൾ കൊണ്ട് അമ്പാടിയിൽ അതുല്യവും സീമാ അതീതവുമായ സന്തോഷ അതിശയങ്ങൾ അടിക്കടി കാട്ടിക്കൊണ്ടിരിക്കുന്ന പരമാത്മസ്വരൂപനായ ഗുരുവായൂരപ്പ ഭഗവാനേ, അങ്ങ് എന്നെ, ആരെ പട്ടതിരിപ്പാട് പറയുന്നു, എന്നെ ഞാൻ പറയുന്നു, നമ്മളെല്ലാവരെയും രക്ഷിക്കണമേ
ഭഗവാനെ നാരായണ ഗുരുവായൂരപ്പ. അപ്പോൾ അത്ഭുതാവഹങ്ങൾ അമ്പാടിൽ അടിക്കടി ഭഗവാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ ഒന്നും അസാധ്യമല്ല ഭഗവാൻ നാരായണൻ കൃഷ്ണൻ ഗുരുവായൂരപ്പന്. അങ്ങനെയുള്ള പരമാത്മാ ഭഗവാനെ നമ്മളെ മൊത്തത്തിൽ ഭക്തന്മാരെയൊക്കെയും രക്ഷിക്കണം. ഭക്തരല്ലാത്തവർക്ക് ഭക്തി ഉണ്ടാവാനും ഈശ്വര അനുഗ്രഹം ഉണ്ടാകാനും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകണം. എല്ലാവരും ഒരു പിതാവിൻ്റെ, അതായത് ലോകമാതാവും പിതാവുമായിരിക്കുന്ന പരബ്രഹ്മ ആത്മസ്വരൂപനായിരിക്കുന്ന ആ ചൈതന്യമൂർത്തി അല്ലെങ്കിൽ സ്നേഹസ്വരൂപൻ അങ്ങുള്ള ഭഗവാന്റെ ലോകപിതാവായ ദൈവത്തിൻ്റെ സന്തതികളാണ് നമ്മളെല്ലാവരും. ഒന്നുപോലും നശിച്ചു പോകാതെ സർവ്വ മക്കളും ഈശ്വരൻ്റെ മക്കളായി കണ്ട് സർവ്വത്തിനെയും എല്ലാ സൃഷ്ടികളെയും, മനുഷ്യരെന്ന് മാത്രമല്ല സർവ്വ സൃഷ്ടികളും ഈശ്വരൻ്റെ സന്തതികളാണെന്ന് കരുതി നമ്മളെല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാം ഉൾക്കൊള്ളുകയും, ഇവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഒന്നാണെന്ന് കരുതുക. അങ്ങനെ സ്നേഹിക്കുക. സർവ്വത്തിനെ നമ്മൾ ഉള്ളുകൊണ്ട് എല്ലാവരും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സമൂഹം, നമ്മുടെ അയലത്ത്, നമ്മളെ ചുറ്റിനുള്ള സഹജീവികളായാലും എല്ലാവരെയും നമ്മളങ്ങനെ കാണുകയും സ്നേഹിക്കുകയും ഭഗവാന്റെ മക്കളാണ് നമ്മൾ, ആരും അന്യരല്ല എന്നുള്ളൊരു മനോഭാവത്തിൽ നമ്മൾ സ്നേഹിക്കുക. അപ്പോൾ അഥവാ ഒരു കുറ്റം ഒരാളിലുണ്ടെങ്കിൽ അവരെ ആ കുറ്റത്തിൽ നിന്ന് മാറ്റി രക്ഷിക്കണമേ ഭഗവാനെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട്, എന്താ കാരണം? ഭഗവാൻ അത്രമാത്രം ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നു. അതെങ്ങനെ മനസ്സിലാവും? ഈ ഗോപന്മാരെ ഭഗവാൻ അങ്ങനെ രക്ഷിക്കുന്നു. അപ്പോൾ നമ്മളും അന്നുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുക. നമ്മളും അതിലൊരു ഗോപനായിരുന്നു അല്ലെങ്കിൽ ഗോപികയായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുക. നമ്മളും അന്നുണ്ട്, നമ്മളും പണ്ടേ ഉണ്ട്. എത്രയെത്രയോ ജന്മങ്ങൾ ഇതുവരെയായി. നമ്മൾ ഇനിയും പരമാത്മാവ് രക്ഷിച്ചു കൊള്ളുമെന്ന് നമ്മൾ വിശ്വസിച്ച് ഈശ്വരനെ ആരാധിക്കുക. അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ നമ്മളെ എല്ലാവരും രക്ഷിക്കണമേ. ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു, അങ്ങനെയുള്ള നാരായണ അത്ഭുതങ്ങൾ കാട്ടുന്നവനെ എന്നെ രക്ഷിക്കണമേ. നമുക്ക് ഓരോരുത്തരും പറയണം, നമ്മളെ കുടുംബം, നമ്മുടെ സമൂഹം, നമ്മുടെ നാട്, നമ്മുടെ ഈ ലോകം ഒക്കെയും രക്ഷിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ദശകത്തിൽ, ഈ 71-ാം ദശകത്തിൽ കേശിവധവും വ്യോമ അസുരവധവുമാണ് ഇത് നടന്നത്. നമുക്ക് ഇനി അടുത്ത ദിവസം ഇങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ, ആഗ്രഹമല്ല ഞാൻ പറയുന്നത്, ഞാൻ ഇങ്ങനെ തന്നെ മരിക്കാതെ ഇരിക്കുന്നെങ്കിൽ അടുത്ത ദശകം നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം, ജീവനത്തോടെ ഇരിക്കുന്നെങ്കിൽ. അല്ലാതെ അടുത്ത ദിവസം വായിക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നാൽ ഞാൻ അതിനുവേണ്ടി പിന്നെ ജനിക്കേണ്ടി വരും. അത് ഈശ്വരൻ്റെ ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ അതെനിക്ക് സമ്മതക്കേടില്ല. പരമാത്മാവ് എന്താ നമ്മളെപ്പറ്റി, ഞാൻ എല്ലാം ഭഗവാൻ വിട്ടുകൊടുത്തേക്കുക. അവിടുത്തെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ. എനിക്കായിട്ടൊരാഗ്രഹം വേണ്ട, ഭഗവാൻ എന്താണ് വെച്ചേക്കുന്നത് അതുപോലെ ഇരിക്കട്ടെ. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.